നമസ്കാരം, ഞാൻ ഡോക്ടർ എൽസ മേരി കുര്യൻ. കോവിഡിന് ശേഷം നമ്മുടെ കുട്ടികൾ നേരിട്ട ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയാണ് മൊബൈൽ ഫോൺ അഡിക്ഷൻ എന്നുള്ളത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ LKG-കാരൻ മുതൽ 1ാം ക്ലാസ്സുകാരൻ മുതൽ എല്ലാ കുട്ടികളുടെയും കയ്യിൽ മൊബൈൽ ഫോണുണ്ട്. വീണ്ടും ഒരു വെക്കേഷൻ കാലം വന്നിരിക്കുന്നു. പഠനങ്ങൾ പറയുന്നത് നമ്മുടെ കുട്ടികൾ 8 മുതൽ 10 മണിക്കൂർ വരെ മൊബൈൽ ഫോണുമായി ചെലവിടുന്നു എന്നാണ്. സ്കൂളിൽ പഠിക്കുന്ന മക്കളുള്ള പേരൻസ് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് മൊബൈൽ കുട്ടികൾക്ക് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് തന്നെയാണ്. മൊബൈൽ അവർക്ക് കൊടുത്താൽ പ്രശ്നം, കൊടുത്തില്ലെങ്കിൽ പ്രശ്നം. പല വീടുകളിലും മൊബൈൽ ചോദിച്ച് കുട്ടികൾ വലിയ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിലാണ് ഒരു ടീനേജർ മൊബൈൽ പിടിച്ചു വാങ്ങിച്ചതിന് അമ്മയെ തലക്കടിച്ച് കൊന്നതുപോലും. മൊബൈൽ ഫോൺ അഡിക്ഷൻ അഥവാ സെൽഫോൺ അഡിക്ഷൻ CPA. ഇത് കുട്ടികൾക്കിടയിൽ പ്രധാനമായും 3 മാനസിക പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. 1 ആൻസൈറ്റി, 2 ഡിപ്രഷൻ, 3ാമത്തേത് ഇൻസോംനിയ അഥവാ ഉറക്കക്കുറവ്. ഈ പ്രശ്നങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചു നോക്കാം. മാനസിക പ്രശ്നങ്ങളാണ് മൊബൈൽ ഫോൺ കൊണ്ട് കൂടുതലായും കുട്ടികൾക്കുണ്ടാകുന്നത്. ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതല്ല, പക്ഷേ നമുക്ക് മാനസിക പ്രശ്നങ്ങളിലൂടെ മാത്രം ഒന്ന് സഞ്ചരിച്ചു നോക്കാം. കൊച്ചു കുട്ടികളുടെ കയ്യിൽ നിന്ന്, അതായത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് പെട്ടെന്ന് പിടിച്ചു വാങ്ങി നോക്കൂ. പല പേരൻസും നേരിട്ടിട്ടുള്ള വലിയൊരു പ്രതിസന്ധിയാണത്. ഒന്നുകിൽ അവർ പൊട്ടിത്തെറിച്ചേക്കാം, ദേഷ്യപ്പെട്ടേക്കാം, പേരൻസിനെ ശാരീരികമായി ഉപദ്രവിച്ചേക്കാം, കയ്യിൽ കിട്ടുന്നത് വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചേക്കാം. പല രീതിയിലാണ് അവർ പ്രതികരിക്കുന്നത്. ഇതിന് നമ്മൾ ഡിജിറ്റൽ ഡീടോക്സ് ആൻസൈറ്റി എന്ന് പറയും. ഇതാണ് 1ാമത്തെ മാനസിക പ്രശ്നം, ഡിജിറ്റൽ ഡീടോക്സ് ആൻസൈറ്റി. ഇത് നല്ലൊരു ശതമാനം പേരൻസും ഫേസ് ചെയ്തിട്ടുള്ളതാണ്. കുറച്ച് സമയത്തേക്ക് മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങിച്ചതിന് ശേഷം കുട്ടികൾ വയലൻ്റായി നിൽക്കുന്ന ഒരവസ്ഥ, അതായത് വിഡ്രോവൽ ഓഫ് മൊബൈൽ ഫോൺ. ഇനി 2ാമത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കമ്പാരിസൺ ആൻസൈറ്റിയാണ്. അതായത് മറ്റുള്ളവരുമായി അല്ലെങ്കിൽ സമൂഹവുമായിട്ട്, സമൂഹം എന്ന് പറയുന്നത് യാഥാർത്ഥ്യ സമൂഹമല്ല, സോഷ്യൽ മീഡിയയിലും റീൽസിലും അവർ കാണുന്ന സമൂഹവുമായിട്ട് അവരെ തന്നെ അവർ കമ്പയർ ചെയ്യുന്നു, താരതമ്യം ചെയ്യുന്നു. അങ്ങനെ അവനുള്ളതൊന്നും എനിക്കില്ല എന്ന് വിചാരിച്ച് ഉണ്ടാകുന്ന ഒരു തരം കമ്പാരിസൺ ആൻസൈറ്റി, ഒരു ഇനാഡിക്വൻസി അല്ലെങ്കിൽ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആണ് പ്രധാനമായിട്ടും ഇതിൽ കാണുന്നത്. കുട്ടികൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന പലതും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്, കൊച്ചുകുട്ടികൾക്ക്, ടീനേജേഴ്സ് പോലുള്ള കുട്ടികൾക്ക് ഒരു ടെൻഡൻസി ഉണ്ട്, ഇല്ലാത്തതൊക്കെ കാണിക്കുക എന്നൊരു ടെൻഡൻസി ഉണ്ട്. അത് കണ്ടിട്ട് മറ്റുള്ളവർ തനിക്കത് ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ഉറക്കം കളയുന്ന ഒരു തരം ആൻസൈറ്റി, അതാണ് കമ്പാരിസൺ ആൻസൈറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3ാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഫീലിംഗ് ഓഫ് ഐസൊലേഷൻ ആണ്. മൊബൈൽ ഫോണിന് അഡിക്റ്റായ കുട്ടികൾ എപ്പോഴും തന്നിലേക്ക് തന്നെ ചുരുങ്ങി ഒറ്റപ്പെട്ട് നിൽക്കുന്നു. ഇതിനാണ് ഫീലിംഗ് ഓഫ് ഐസൊലേഷൻ എന്ന് പറയുന്നത്. മറ്റുള്ളവരുമായി അവർ സഹകരിക്കുന്നില്ല, കൂട്ടുകൂടുന്നില്ല. കഴുത്തുപോലും നിവർത്താനാകാതെയാണ് പല കുട്ടികളെയും നമ്മളിന്ന് പാർട്ടികളിലോ അല്ലെങ്കിൽ സോഷ്യൽ ഗ്യാതറിങ്ങുകളിലോ കാണുന്നത്. പല സ്ഥലത്തും പല പരിപാടികളിലും കുട്ടികൾ മൊബൈലുമായി മുഴുകിയിരുന്ന് പേരൻസിനോടൊപ്പം സംസാരിക്കാതിരിക്കുക, അല്ലെ സമപ്രായക്കാരുമായിട്ട് സംസാരിക്കാതിരിക്കുന്ന പ്രവണത നമ്മളിന്ന് കണ്ടുവരുന്നതുമാണ്. ഇനി 4ാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഡിസ്കണക്ഷൻ ഫ്രം റിയാലിറ്റി, അതായത് യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതിരിക്കുക. സമൂഹത്തിൽ എന്താണ് നടക്കുന്നത്, തനിക്ക് ചുറ്റും എന്താണ് നടക്കുന്നത് എന്നൊന്നും ഇവർ അറിയുന്നില്ല. പകരം ഇവരുടെ ജീവിതം റീൽസും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയും മാത്രമായിട്ട് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 5ാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടി ഇൻ സ്ലീപ്പിംഗ്, അതായത് കുട്ടികൾക്ക് ഉറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക്, മാനസിക അവസ്ഥയിലേക്ക് ഈ മൊബൈൽ ഫോൺ അഡിക്ഷൻ അവരെ കൊണ്ടുവന്നെത്തിക്കുന്നു. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് മെലറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ്. ഈ ഹോർമോണാണ് നമ്മുടെ ഉറക്കത്തെയും ഉണർവിനെയും നിയന്ത്രിക്കുന്നത്. മൊബൈൽ ഫോണിൽ നിന്നുള്ള ലൈറ്റ് കണ്ടിന്യൂസ് കണ്ണിലേക്ക് അടിക്കുന്നത് വഴി, പ്രത്യേകിച്ച് ഉറങ്ങുന്നതിന് മുമ്പ് കണ്ണിലേക്ക് അടിക്കുന്നത് വഴി ഈ മെലാറ്റോണിൻ ഹോർമോണിൻ്റെ താളം തെറ്റുകയും അവർക്ക് രാത്രി നന്നായിട്ട് ഉറങ്ങാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല നല്ലൊരു ശതമാനം കുട്ടികളും രാത്രി മൊബൈൽ ഫോണിൽ തന്നെയാണ് സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം 2 മണിക്കോ 3 മണിക്കോ അവർ ഉറങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മെലാറ്റോണിൻ താളം തെറ്റി കിടക്കുന്നതിനാൽ അവർക്ക് തീരെ ഉറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥ വരികയും ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായി പകൽ മുഴുവൻ അവർ ക്ഷീണിതരും ആയിരിക്കും. ഇനി 6ാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ മൊബൈൽ ഫോൺ അവർക്ക് അടുത്ത് നിന്ന് മാറ്റാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഇവർ സ്വയം എത്തിച്ചേരുകയാണ്. അതായത് രാത്രി ഉറങ്ങുമ്പോൾ പോലും ഫോൺ അരികിൽ തന്നെ വെച്ച് ഉറങ്ങുന്ന ഒരു അവസ്ഥ. ഇത് അവരുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റിയെ വളരെയധികം ബാധിക്കുന്നുണ്ട്. അതായത് മൊബൈൽ ഫോണിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻസ്,
ഇതെല്ലാം ഉറക്കത്തെ ബാധിക്കുകയും അവർക്ക് പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റാതെ വരികയും ചെയ്യും. അങ്ങനെ തന്നെ അവരുടെ ഉള്ളിലൊരു സ്ട്രെസ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ആവശ്യമുള്ള വിശ്രമം അവർക്ക് കിട്ടുന്നില്ല. ഇങ്ങനെയും കുട്ടികളെ മാനസികമായിട്ട് മൊബൈൽ ഫോൺ താളം തെറ്റിക്കുന്നുണ്ട്. ഇനി ഏഴാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് സോഷ്യൽ ഇൻട്രാക്ഷൻസ്, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഇതിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. യാതൊരു ബന്ധങ്ങളും നിലനിർത്താനോ, അതായത് പ്രത്യേകിച്ച് ഒരു മീനിങ് ഫുൾ റിലേഷൻഷിപ്പ് നിലനിർത്താനോ അല്ലെങ്കിൽ ഉണ്ടാക്കാനോ ഇവർക്ക് സാധിക്കാതെ വരുന്നു. ഒരു ഫംഗ്ഷനിലോ അല്ലെങ്കിൽ ഒരു പൊതുസ്ഥലത്തോ എന്തിനും സ്കൂളിൽ പോലും പരസ്പരം സംസാരിച്ച് ബന്ധങ്ങൾ ഉണ്ടാക്കാനോ അത് നിലനിർത്താനോ മൊബൈൽ ഫോൺ അഡിക്റ്റഡായ കുട്ടികൾക്ക് സാധിക്കാതെ വരുന്നു. ഒരു ഏകാന്തത, ഒരു ഫീലിംഗ് ഓഫ് ലോൺലിനെസ്, ഫീലിംഗ് ഓഫ് ഐസൊലേഷൻ, ഇതെല്ലാം ഇത്തരം കുട്ടികളിൽ ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട്. ഈ ഏകാന്തത അവരെ ഒരുപാട് പ്രശ്നങ്ങളിലേക്കും കൊണ്ടുവന്ന് എത്തിക്കുന്നുണ്ട്. ഇനി അടുത്ത എട്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഡിപ്രഷനാണ്. അത് പല രീതിയിലുണ്ടാവാം. ഇപ്പോൾ പറഞ്ഞ ഐസൊലേഷൻ കൊണ്ടുള്ള ഡിപ്രഷൻ ഉണ്ടാകാം, ലോൺലിനെസ് ഏകാന്തത കൊണ്ടുള്ള ഡിപ്രഷൻ ആവാം, അല്ലെങ്കിൽ കമ്പാരിസൺ ആൻസൈറ്റി കൊണ്ടുള്ള ഡിപ്രഷൻ ആവാം, ഒരു വർത്ത്ലെസ്നെസ്, എന്നെ കൊണ്ടൊന്നും കൊള്ളത്തില്ല എന്നുള്ളൊരു ഡിപ്രഷൻ ആവാം, അല്ലെങ്കിൽ ഒരു ഇനാഡിക്വൻസി, അപര്യാപ്തത ഫീലിംഗ്, എനിക്കതില്ല ഇതില്ല എന്നുള്ള ഫീലിംഗ് കൊണ്ടുള്ള ഡിപ്രഷൻ ആവാം, ഇല്ലെങ്കിൽ ബ്രോക്കൺ ഫാമിലീസ്, അതായത് എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ഫാമിലീസിൽ നിന്നുള്ള കുട്ടികൾക്കാണെങ്കിൽ, നെഗറ്റീവ് തിങ്കിങ് ഉള്ള കുട്ടികൾക്കാണെങ്കിൽ ഈ ഡിപ്രഷൻ വളരെ കൂടുതലായിട്ട് കാണുകയും ചെയ്യാം. ഇനി ഒമ്പതാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഡിക്രീസ്ഡ് പെർഫോമൻസ് അറ്റ് സ്കൂൾ അല്ലെങ്കിൽ വർക്കാണ്. അത് പല പ്രശ്നങ്ങൾ കൊണ്ടാകാം. ഈ പറഞ്ഞ ആൻസൈറ്റി കൊണ്ടാവാം, ഡിപ്രഷൻ കൊണ്ടാകാം, അല്ലെങ്കിൽ അവർ പ്രോപ്പറായിട്ട് ഉറങ്ങാതിരിക്കുന്നത് കൊണ്ട് വരുന്ന മെൻ്റൽ ഫാറ്റിക് കൊണ്ടാകാം, പകൽ ഉറങ്ങിപ്പോകുന്നത് കൊണ്ടാവാം. പിന്നെ പല പ്രശ്നങ്ങൾ കൊണ്ട് അവരുടെ പെർഫോമൻസ് മോശമായി വരികയും ആ മോശം പെർഫോമൻസിൻ്റെ പേരിൽ വീണ്ടും വീണ്ടും ചീത്ത കേൾക്കുന്നതിനാൽ വീണ്ടും അവർ ഈ മൊബൈലിലേക്ക് അഡിക്റ്റഡ് ആവുകയും അവരുടെ ജീവിതം തന്നെ കൈവിട്ടു പോകുന്നൊരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുകയാണ് അവിടെ. ഇനി പത്താമത്തെ പ്രശ്നം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആണ്. ഈ മൊബൈലുമായി മുഴുകിയിരിക്കുന്ന കുട്ടികൾക്ക് യാഥാർത്ഥ്യബോധം ഇല്ലാതിരിക്കുന്നത് കൊണ്ട് തന്നെ ഫാമിലിയുമായിട്ടോ ഫ്രണ്ട്സുമായിട്ടോ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഉള്ള റിലേഷൻഷിപ്പ് നിലനിർത്താനോ അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചോ അവർക്കൊരു ചിന്തയില്ല. പകരം മായക്കാഴ്ചകളിൽ, അതായത് വിഭ്രമത്തിൽപ്പെട്ടിരിക്കുകയാണ് ഈ കുട്ടികൾ. അപ്പം അതുകൊണ്ട് തന്നെ അവരിൽ ഉണ്ടാകുന്ന ഒരുപാട് മാനസിക പ്രശ്നങ്ങളുണ്ട്. മനുഷ്യനൊരിക്കലും ഏകനായിരിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതല്ല, അവൻ എപ്പോഴും തുണ ആവശ്യമാണ്. പക്ഷേ മൊബൈൽ ഫോൺ മാത്രം തുണയായി മാറുമ്പോൾ കുട്ടികളിൽ അത് വലിയ രീതിയിലുള്ള ഡിപ്രഷനും ആൻസൈറ്റിയിലേക്കും അവരെ കൊണ്ടുവന്ന് എത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് പേരൻസ് എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരുമാണ് തീരുമാനിക്കേണ്ടത് കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത്. താങ്ക് യു.